ആവേശത്തോടു കൂടിയുള്ള ആ വിളി കേട്ടില്ലേ? മറ്റാരെയല്ല, നമ്മുടെ കുഞ്ഞു കോഴികളെയാണ് കേട്ടോ. ജീവജാലങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞുമണിക്ക്. കോഴികളെ ആയിക്കോട്ടെ, നായ്ക്കളെ ആയിക്കോട്ടെ, പൂച്ചകളെ ആയിക്കോട്ടെ, പശുവിനെ ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ജീവജാലങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകമാണ്. എന്തൊക്കെയായാലും നമ്മുടെ വീട്ടിൽ 20ഓളം കോഴികളുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഒട്ടും വൈബില്ലാന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഗിനിക്കോഴിക്കാണ്. മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെ നിഴൽ കാണുമ്പോഴത്തേനും നാലുപാടും ചിതറി ഓടുക, ചുമ്മാ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ബഹളം വയ്ക്കുക, ഇതാണ് ഞാൻ സാധാരണ കണ്ടിരിക്കുന്നത്. ഇനി മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് കളക്കത്തിനാണ് കേട്ടോ. കുഞ്ഞായിരിക്കുമ്പോൾ അവർ ഓടി വന്ന് നമ്മുടെ മടിയിലൊക്കെ കയറിയിരിക്കുമായിരുന്നു. ഇപ്പോൾ വലുതായപ്പോൾ അവർക്കൊരല്പം പേടിയുണ്ടെന്ന് കൂട്ടിക്കോളും. എന്തൊക്കെയായാലും കുഞ്ഞുമണിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാനായിട്ട് സാധാരണ മുറ്റത്തേക്കൂടെ നടന്നൊക്കെയാണ് ചോറ് കൊടുക്കാറ്. അന്നേരം ഈ കോഴികളെ എപ്പോഴും അവളെ കാണുമ്പം നാലുപാടുന്ന് ഓടി വരും. അതുകൊണ്ട് തന്നെ അവളുടെ ഏറ്റവും വലിയ സന്തോഷവും നേരം പോക്കും ഒക്കെ ഈ കുഞ്ഞു കോഴികളാണ് കേട്ടോ. കണ്ടില്ലേ, കാലിലും തലയിലും കൂടുതൽ തൂവലുള്ളത് ഇവനില്ലേ, മുടിയനായി ഈ കോഴി. ഇവനാണ് കുഞ്ഞുമണിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തലയിൽ കുറേ തൂവലുള്ളതുകൊണ്ട് തന്നെ കാണാനായിട്ടൊരല്പം ബുദ്ധിമുട്ടുണ്ടെന്ന്. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആശാൻ തീറ്റയെല്ലാം കഴിഞ്ഞിട്ട് വീടിൻ്റെ മുറ്റത്തുള്ള ചാരുകസേരയിൽ കയറി റെസ്റ്റ് ചെയ്യും. എവിടെ നിന്നില്ലാതെ കുഞ്ഞുമണി ഇതിനെ സ്പോട്ട് ചെയ്ത് അതിൻ്റെ പിന്നാലെ ഓടി ചെല്ലുന്നത് കാണാം. നമ്മൾ പോലൊരു പക്ഷേ എവിടെ നിന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് കുഞ്ഞുമണിക്കൊരു ഭാവമുണ്ട് കണ്ടോ. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. കോഴീനെ അടുത്ത് കാണാൻ കിട്ടിയപ്പോൾ ഉള്ള ആളുടെ കൗതുകമാണ് കേട്ടോ ഈ കണ്ണ് കാണുന്നത്. ഇനി 5:30-6 മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം നടക്കുന്ന സാധാരണ ഒരു കാര്യമാണ് ഈ കാണുന്നത്. അവളും കോഴിയായിട്ടുള്ള സംഭാഷണം. എന്താ പറയുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും സഹി കേട്ടിട്ടാണെന്ന് തോന്നുന്നു 2 ദിവസം മുമ്പ് ഈ കുഞ്ഞിക്കോഴി ഇവളെ ഒന്ന് കൊത്തിയായിരുന്നു. കണ്ടു നിന്ന് നമ്മളൊക്കെ അയ്യോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നെങ്കിലും കൊത്തു കൊടുത്ത ആൾക്കും കൊണ്ട ആൾക്കൊന്നും യാതൊരു ഡാമേജും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പോയാൽ നമ്മൾ അതേ സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം രാവിലെ കോഴിനെ കണ്ടപ്പോഴും അവൾക്ക് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും അവൾ നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ട് വളർന്നു വരണമെങ്കിൽ ആദ്യം നല്ലൊരു മൃഗസ്നേഹിയായി തീരണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം കുഞ്ഞുമണിയുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. അതുവരെ ബായ്.